വെൽക്കം ബാക്ക് ടു യുവാസ് ഫാമിലി ബ്യൂട്ടി വേൾഡ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെയർ സ്പാ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സലൂണിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹെയർ സ്പാ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡും കാര്യങ്ങൾ, ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഹെയർ സ്പാ എന്ന് പറയുന്നത് സ്പാ എന്താണെന്ന് അറിയാത്ത കുറേ ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ എടുത്തു വരുന്ന ക്ലയൻറ്റിന് ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കൺസൾട്ടേഷനാണ്. അതായത് അവർ ശരിക്കും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എന്ത് റീസൺ കൊണ്ടാണ് അവർ ഹെയർ സ്പാ ചെയ്യുന്നത്. കാരണം ചിലർ റിലാക്സേഷന് വേണ്ടി ചെയ്യാറുണ്ട്, ചിലർ മുടിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പയറിംഗ് സ്പാ എന്ന് പറയും. നമ്മുടെ മുടിയിൽ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് റിപ്പയറിംഗ് സ്പായാണ്. അതല്ലേ നമുക്ക് നമ്മുടെ മുടിക്ക് കുറച്ചൊരു തിക്നെസ് തോന്നും, അതായത് വോളിയം തോന്നണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോഫി സ്പാ ഒക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ചില ആളുകൾ ഹെയർ ഫോൾ അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം പലർക്കും പല പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് കൺസൾട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസൾട്ടേഷൻ്റെ ബേസിലായിരിക്കാം നമ്മൾ അവർക്ക് ഏത് സ്പായാണ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസൾട്ടേഷനാണ്. സോ നമുക്ക് ഇന്ന് എൻ്റെ ഹെയറിൽ തന്നെയാണ് കേട്ടോ സ്പാ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹെയറിൽ നാനോപ്ലാസ്റ്റി ചെയ്തതാണ്. ബട്ട് ഞാൻ ഇതേപോലെ എൻ്റെ മുടിയിൽ PCOS തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടി വളരെ തിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹീറ്റ് കൊടുക്കാതെ ഒരുപാട് ടൈം അയണിങ് കൊടുക്കാതെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഭയങ്കര സ്ട്രെയിറ്റ് അല്ല, ഒരു വേവി ടെക്സ്ചറിലാണുള്ളത്. ബട്ട് എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് നാനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട് വിത്ത് എനിക്ക് ഇതിൻ്റെ ഒരു ഡാൻഡ്രഫ് കൂടി പോകണം. അപ്പോൾ പൊതുവെ നമ്മൾ സ്പാ ചെയ്യുമ്പോൾ സിവിയർ ആയിട്ടുള്ള രീതിയിൽ ഡാൻഡ്രഫ് ഉള്ളവർക്ക് നമ്മൾ സ്റ്റീം ഒന്നും അധികം കൊടുക്കില്ല. പ്രത്യേകിച്ച് സ്കാൽപ്പിലേക്ക് നമ്മൾ സ്റ്റീം കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് മുടിയിലായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിലാണ് ഡാൻഡ്രഫ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെ അത് ചെയ്തിട്ടുണ്ട്, അതായത് നാനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ബോട്ടോക്സിൻ്റെ ഹെയർ സ്പാ ക്രീം യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മുടിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പല ടൈപ്പ് നമുക്കറിയാം, ഒരുപാട് ബ്രാൻഡുകളുണ്ട്, ഒരുപാട് ടൈപ്പ്. കെരാറ്റിൻ ആണെങ്കിലും ബോട്ടോക്സിൻ്റെ ആണെങ്കിലും ഡീഹൈഡ്രേഷൻ ഉള്ളതാണെങ്കിലും അങ്ങനെ പല ടൈപ്പ്. ഡാൻഡ്രഫിനുള്ളതാണെങ്കിലും സെപ്പറേറ്റ് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിനുള്ള സ്പാകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വിത്ത് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബൊട്ടോക്സ് റിപ്പയറിൻ്റെ സ്പാ ക്രീമാണ്. അതേപോലെ തന്നെ ഇതിൽ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ സെറം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് ബയോളജിൻ്റെ ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഹെഡ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ ഏരിയയിലാണ് ഡാൻഡ്രഫ് ഉള്ളതെന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ചിലർക്ക് സ്കാൽപ്പ് ഫുള്ളായിട്ട് ഡാൻഡ്രഫ് ഉണ്ടാവാം, ചിലർക്ക് ചില ഏരിയയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം ഡാൻഡ്രഫിനെ നമ്മൾ ഫസ്റ്റിനെ സ്ക്രാച്ച് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ടെലികോംബോ വെച്ചിട്ട് സ്ക്രാച്ച് ചെയ്ത് കളയാന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പം ചില ആളുകൾക്ക് ഡാൻഡ്രഫ് ഉള്ളത് അറിയണമെന്നില്ല, ഹെയർ ഫോൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഡാൻഡ്രഫ് ഇച്ചിങ് ഉള്ളതും ഉണ്ടായിരിക്കാം, ഇച്ചിങ് ഇല്ലാത്ത ടൈപ്പ് ഡാൻഡ്രഫും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡാൻഡ്രഫിൻ്റെ ഷാമ്പു യൂസ് ചെയ്ത് സ്കാൽപ്പിലൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഒരു 2 മിനിറ്റോളം വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഹെയർ വാഷിന് ശേഷം ടവൽ ഡ്രൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പല്ലകലമുള്ള കോമ്പ് യൂസ് ചെയ്തിട്ട് മുടിയിൽ കുടുക്കെല്ലാം കളയാം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അടുപ്പമുള്ള പല്ലുകളുള്ള കോമ്പ് ഒരിക്കലും യൂസ് ചെയ്തിരിക്കുക. കാരണം അത് നിങ്ങളുടെ മുടിയെ കുറച്ചുകൂടി പൊട്ടിക്കാനും അതേപോലെ തന്നെ ഹെയർ ഫോൾസ് കൂടാനും കാരണമാവും കേട്ടോ. അപ്പോൾ എപ്പോഴും പല്ലകലുള്ള കോമ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സോ അതിന് ശേഷം നമുക്ക് ക്രീം ആപ്ലിക്കേഷനാണ്. അതായത് മുടിയെ നമ്മൾ സെക്ഷൻ എടുത്തതിന് ശേഷം ഓരോരോ സെക്ഷനിലേക്കായിട്ട് ഹെയറിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്കായിട്ട് ക്രീം ആപ്ലിക്കേഷനാണ് നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏത് സ്പാ ക്രീം യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആൻറ്റി ഡാൻഡ്രഫിനുള്ള ആംപ്യൂൾസും അതേപോലെ സിറം അവൈലബിൾ ആണ്. നമുക്ക് ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ക്രീമിലേക്ക് അതുകൂടി ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഹെയർ ഫോളിനുള്ള ആംപ്യൂളും സിറം അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അത് നമുക്ക് ഈ ഒരു ക്രീമിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പിലും മുടിയേഴകളിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. റൂട്ട് ടിപ്പ് വരെ അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം സ്പായുടെ പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. ക്രീം ആപ്ലിക്കേഷന് ശേഷം അതേപോലെ ക്രീം ഓരോ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയും കോംബ് വെച്ചിട്ട് നമ്മളൊന്നുകൂടി കോംബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഏതെങ്കിലും ഏരിയയിൽ ക്രീം ആയിട്ടില്ലെങ്കിൽ എല്ലാ ഏരിയയിലും അതേപോലെ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊത്തമായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ ഹെഡ് മസാജാണ് കേട്ടോ കൊടുക്കുന്നത്. മസാജ് 2 രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ആദ്യം ഹാൻഡ് വെച്ചിട്ടുള്ള മസാജും ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു മസാജ് കൊടുക്കുന്നത്. അപ്പോൾ അതിലുള്ള ഓരോ സ്റ്റെപ്പുകളും ഒരു 4 to 5 ടൈംസ് ആയിട്ട് അങ്ങനെ സ്റ്റെപ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ മെഷീൻ വെച്ചിട്ടും ഒരു വൈബ്രേഷൻ എന്നുള്ള രീതിയിൽ മെഷീൻ മസാജുകളും കൊടുക്കാറുണ്ട് കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ സ്പായിൽ മസാജ് ആഡ് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ സ്പാ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മസാജ് ആയിരിക്കും അല്ലേ മെയിനായിട്ട്. ആളുകൾ സ്പാ ചെയ്യുന്നത് തന്നെ ഒരു ഹെഡ് മസാജൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പാ ചെയ്യാറുള്ളത്. അപ്പം ഹെയർ സ്പായിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കറിയാം എല്ലാ പ്രൊസീജിയേഴ്സിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്പായിലും മസാജ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ അത്രയും ഒരു സ്ലീപ്പിംഗ് ടെംപ്റ്റേഷനൊക്കെ തരുന്ന ഒരു പ്രൊസീജിയറാണ് കേട്ടോ. വളരെ റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് ആസ്വദിക്കാവുന്ന ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഈ ഒരു മസാജ് എന്ന് പറയുന്നത്. അപ്പം ഹാൻഡ് മസാജിന് ശേഷം നെക്സ്റ്റ് മെഷീൻ മസാജാണ് കേട്ടോ. അപ്പം ഒരുപാട് കസ്റ്റമേഴ്സിന് ഈ മെഷീൻ മസാജ് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഹാൻഡ് മസാജിനേക്കാൾ ചിലർക്ക് മെഷീൻ മസാജാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അത് തന്നെ കുറേ ടൈം ചെയ്ത് തരുമെന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ 2 രീതിയിലാണ് ഹാൻഡ് മസാജും വിത്ത് അതിൻ്റെ കൂടെ തന്നെ മെഷീൻ മസാജ് കൂടി ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആവാനും അതേപോലെ തന്നെ ഹെയർ ഫോൾസൊക്കെ കുറയാനൊക്കെ നല്ലതാണ് നമ്മൾ ഹെഡിൽ ഇങ്ങനെ മസാജൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെയർ ഫോൾസ് റെഡ്യൂസ് ചെയ്യുക മാത്രമല്ല നമുക്കൊരു റിലാക്സേഷൻ കൂടിയാണ്. അതിനുശേഷം നമ്മൾ അടുത്തത് സ്റ്റീമിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം എനിക്ക് ചെറിയ രീതിയിൽ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സ്കാൽപ്പിലേക്ക് സ്റ്റീം ചെയ്യുന്നില്ല, ഹെയറിൽ മാത്രമാണ് കേട്ടോ സ്റ്റീം കൊള്ളിക്കുന്നത്. അപ്പോൾ ഡാൻഡ്രഫ് ഉള്ളവർക്ക് സ്റ്റീം കഴിയുന്നതും സ്കാൽപ്പിലേക്കുള്ളത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. നമുക്ക് അല്ലാതെ ഹെയർസിൽ ചെയ്യാം, സ്കാൽപ്പിലേക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യരുത് കേട്ടോ. അങ്ങനെ സ്റ്റീമൊക്കെ കൊടുത്ത് മുടി നന്നായി തണുത്തതിന് ശേഷം ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യട്ടോ. അത് വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ അതിൽ നിന്ന് സ്പാ ക്രീം കഴുകി കളയുന്നില്ല, കുറഞ്ഞ പെർസെൻറ്റേജെങ്കിലും ക്രീം അതിൽ ബാലൻസ് വെച്ചുകൊണ്ടാണ് കേട്ടോ വാഷ് ചെയ്യേണ്ടത്. ഫുള്ളായിട്ട് കഴുകി കളയാതെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി മുടിക്ക് നല്ലത്. അപ്പോൾ പൂർണ്ണമായിട്ട് കഴുകി കളയാതെയാണ് കേട്ടോ നമ്മളിവിടെ വാഷ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ മുടി ഡ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഡ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും നമ്മൾ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഡ്രൈ ചെയ്ത് കൂളിലിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ മുടിയിലെ ഫ്രിസിനെസ് ഒക്കെ മാറാൻ വേണ്ടിയായിരിക്കും നമ്മൾ പലപ്പോഴും ഇത് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ സ്പാ ചെയ്തതിന് ശേഷം വീണ്ടും മുടിയെ സ്റ്റൈലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഗുണമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില സലൂണുകൾ അങ്ങനെ സ്റ്റൈലിംഗ് ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു 50% ഉണക്കി 50% നാച്ചുറലി ഉണങ്ങാൻ വിടുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പാ എന്ന പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാനിപ്പം എൻ്റെ മുടി ഒരു 70% മാത്രമേ ഡ്രൈ ആക്കിയിട്ടുള്ളൂ. അതും കൂളിലിട്ടിട്ടാണ്, നമ്മൾ ഡ്രയറിൽ ഹീറ്റ് കൊടുത്തിട്ടല്ല കൂളിലിട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. ഇനി 24 hours ശേഷം മാത്രമേ എൻ്റെ മുടി ഇനി വാഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വൺഡേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വാഷ് ചെയ്യുന്നില്ല. ഒരു ദിവസത്തിന് ശേഷമായിരിക്കും ഹെയർ വാഷ് ചെയ്യാം. അപ്പം നമുക്ക് മന്ത്ലി സ്പാ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ മുടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സ്പാ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്പായൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. നമുക്ക് റിലാക്സേഷനും അതേപോലെ തന്നെ ഹെയറിൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ സ്പാ ചെയ്യുന്നത്. ഇത് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും ഇതേപോലെയുള്ള ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്.